മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തിയെ തിങ്കളാഴ്ച ഇഡി ചോദ്യം ചെയ്യും. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഇഡി സമൻസ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ നൽകിയ ഹർജിയിൽ ഇടപെടാനില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരും. എന്തായാലും പിടിമുറുക്കുകയാണ് ഇഡി എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കുന്നത്. ഈ മാസപ്പടി കേസിൽ ഇഡി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതേസമയം ഈ ഇഡി സമൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശശിധരൻ ഹർജി നൽകിയിരുന്നു. അതിൽ ഇടപെടാനില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്തായാലും ഹാജരായേ പറ്റൂ എന്ന് കോടതിയും പറഞ്ഞ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ശശിധരൻ ഇഡിക്ക് മുന്നിലെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം, അല്ലേ? ആ രീതിയിലാണ് അശ്വതി കണക്ക് കൂട്ടേണ്ടത്. കാരണം ഈ CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിന്റെ ഒരു സാങ്കത്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇഡി ഹൈക്കോടതിയിൽ വിശദമായി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ട് തുടർവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെങ്കിലും 15-ാം തീയതി ഹാജരാകണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇഡിക്ക് മുൻപാകെ മറ്റ് ഓഫീസർമാർ CMRLിലെ നേരത്തെ നോട്ടീസ് നൽകിയിരുന്ന ഫിനാൻസ് വിഭാഗത്തിലെ അടക്കമുള്ള ഓഫീസർമാർ ആരും തന്നെ ഹാജരായിരുന്നില്ല. അത് മാത്രവുമല്ല, അഭിഭാഷകർ മുഖേന രേഖകൾ സമർപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അതും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് CMRL MDക്ക് തന്നെ ഹാജരാകാനായിട്ട് സമൻസ് നൽകിയത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയെങ്കിലും ഇതിൽ ഇഡിക്ക് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. SFIO അന്വേഷണം എല്ലാം തന്നെ നടക്കുന്ന ഘട്ടത്തിൽ ഇഡിക്ക് ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വാദങ്ങളായിരുന്നു CMRL നിരത്തിയത്. പക്ഷേ ഇതിൽ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്